ഞാൻ വീണ്ടും വായിക്കാനെടുക്കുന്നൊരു പുസ്തകമാണ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ശ്രീമതി സാറാ തോമസിൻ്റെ നാർമുടിപ്പുടവ. അന്ന് 7 മണിയോടെ ട്രെയിനിൽ കസ്തൂരി വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. കസ്തൂരി മാത്രമല്ല, അത്തിമ്പേരും കൊച്ചുകാഞ്ചനയും തനിക്ക് നേരിട്ട ദുരന്തങ്ങളിൽ പങ്കുകൊള്ളാനും ആശ്വസിപ്പിക്കാനുമാണ് അവർ വരുന്നത്. തനിക്ക് നേരിട്ട ദുരന്തം എന്തു ദുരന്തമാണെന്ന് ദിവസങ്ങളുടെ കാലയളവിൽ കനകമെന്ന പെൺകുട്ടി വിവാഹിതയും വിധവയുമായ കഥ. ഭർത്താവിൻ്റെ ശരീരം ഒരു പിടി ചാമ്പലായ ശേഷം മാത്രം ശാന്തിമുഹൂർത്തം ആഘോഷിക്കപ്പെടാൻ ഉദ്ദേശിച്ചിരുന്ന മുറിയിൽ പ്രവേശിക്കപ്പെട്ട ഭാര്യ, കന്യകയായ വിധവ. താൻ വിധവയാണോ? ആണെന്നാണ് സമുദായം വിധി കൽപ്പിച്ചിരിക്കുന്നത്. തൻ്റെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിച്ച പുരുഷൻ മരിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ടാണല്ലോ തൻ്റെ ശരീരത്തിൽ നിന്നും സുമംഗലിയുടെ മുദ്രകൾ മാറ്റപ്പെട്ടതും. ആഭരണത്തിൻ്റെ ഒരു പൊടി പോലും തൻ്റെ ശരീരത്തിന് അലങ്കാരം ചാർത്തുന്നില്ല. നെറ്റിയിൽ കുങ്കുമത്തിന് പകരം വിഭൂതി. വിവാഹത്തിന് വാങ്ങിയ പട്ടുവസ്ത്രങ്ങൾ കോടിമണം മാറാതെ പെട്ടിയിലിരുന്ന് പൂക്കുന്നുണ്ടാകും. ഒന്ന് തുറന്നുകൂടി നോക്കിയിട്ടില്ല. അവയെ കൊണ്ടുള്ള ആവശ്യം ഇനി ജീവിതത്തിൽ ഉണ്ടാകില്ല. തനിക്ക് വേണ്ടത് ഐക്കോലിൽ തൂങ്ങുന്ന നനച്ചു നിറം മങ്ങിയ ഈ പരുക്കൻ വസ്ത്രങ്ങൾ മാത്രം. കുളിച്ചു വിതിർത്തിട്ട മുടിച്ചിരുളുകളിൽ അറിയാതെ തടവിപ്പോയി. എന്തുകൊണ്ടാണ് അത്തയെപ്പോലെ തലമൊട്ടയടിച്ച് നാറുപടിപടവ ധരിക്കണമെന്ന് ആരും അഭിപ്രായപ്പെടാത്തത്? 16 വയസ്സുകാരിയായ താനും 60 വയസ്സ് കഴിഞ്ഞ അത്തയും തമ്മിലുള്ള വ്യത്യാസം അത് മാത്രമല്ലേയുള്ളൂ. എതിരെയുള്ള ചുമർക്കണ്ണാടിയിൽ യാന്ത്രികമായി കണ്ണുകൾ തിരിഞ്ഞു. ദിവസങ്ങളുടെ കാലയളവിൽ വിവാഹിതയും വിധവയുമായ കനകമെന്ന പെൺകുട്ടി താൻ തന്നെയാണോ? ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മനസ്സിന് എന്താണൊരു വൈമുഖ്യം? നെറ്റിയിൽ ഭസ്മക്കുറിക്ക് പകരം കുങ്കുമം തൊട്ടാൽ, ശരീരത്തിൽ ആഭരണമണിഞ്ഞാൽ, പട്ടുചേല ഉടുത്താൽ ഇല്ല, തനിക്ക് ഈ ജന്മം പഴയ കനകമാകാൻ സാധ്യമല്ല. ഓ, എന്തൊരു വിൺചിന്തകളാണ് മനസ്സിൽ അനുനിമിഷം മാറി മാറി തലപൊക്കുന്നത്. എന്തുകൊണ്ടോ ബോധാബോധ മണ്ഡലങ്ങളിൽ ആവർത്തിച്ച് ആഞ്ഞു പതിച്ച ആ സംഭവങ്ങളെക്കുറിച്ചുള്ള കറുത്ത സ്മരണകൾ ഇന്ന് മനസ്സിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ച നിശ്ചല ചിത്രങ്ങൾ മാത്രമായി തീർന്നിരിക്കുകയാണ്. ഉറക്കമുണർന്നു കഴിയുമ്പോൾ ഒരു നീണ്ട ദുസ്വപ്നം മനസ്സിൽ അവശേഷിപ്പിക്കുന്ന അസ്വസ്ഥതയിൽ കവിഞ്ഞുള്ള വൈകാരിക ബന്ധം തനിക്ക് അവയോട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.